എറണാകുളം ജില്ലയിലെ RMHS വടവോട് സ്കൂളിൽ നിന്നും ബാലജനഗ്രഹ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രോജക്റ്റ് ബേസ് ചെയ്ത് ഏതാനും ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ ഡോക്ടർ രേഖയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ രേഖയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ രേഖ, ഹോമിയോപ്പതി ഫിസിഷ്യൻ. ഡോക്ടർ രേഖ, ഞങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഹെൽത്ത്? Physical activity simply means the movement of body with the help of energy. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത് ആ എനർജി തന്നെയാണ്. അതിനാണ് ഫിസിക്കൽ ആക്ടിവിറ്റി പറയുന്നത്. There are 4 types of physical activity. First type is lifestyle physical activity. That means, example, walking, running, എല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ആക്ടിവിറ്റിയും ചെയ്യുന്നത് അത് ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. രണ്ടാമത്തെ വിഗ്രസ് ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. അതിന് മോർ എനർജി വേണം. അത് നമ്മൾ എക്സസൈസ് ആർ ദ വിഗ്രസ് ഫിസിക്കൽ ആക്ടിവിറ്റി. സ്വിമ്മിങ്, ഡാൻസിങ്, പ്ലേയിങ്, നിങ്ങളൊക്കെ കളിക്കുന്ന ഫുട്ബോളും വോളിബോളും ഇല്ലേ, അതൊക്കെ വിഗ്രസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് മസിൽ എൻഹാൻസിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. മസിൽ എൻഹാൻസിങ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മസിൽസിന് എന്നുവെച്ചാൽ നമ്മൾ ഹെൽത്ത് ക്ലബിലൊക്കെ പോയി അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യില്ലേ, അതാണ് മസിൽ എൻഹാൻസിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ പുഷപ്സ്, സിറ്റപ്സ് ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് മസിൽ എൻഹാൻസിംഗിൽ പെടുന്നതാണ്. പിന്നെ നാലാമത്തേൽ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫോർ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ബോഡി വി വർക്കൗട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കോൾഡ് ഫ്ലെക്സിബിൾ ഫിസിക്കൽ ആക്ടിവിറ്റി. അത് ഇറ്റ് ഈസ് മോർ ബെനിഫിറ്റ് ഫോർ ജോയിൻസിന് വേണ്ടിയാണ് ഫ്ലെക്സിബിലിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. എൻ്റെ എക്സാമ്പിൾ യോഗ, പിന്നെ വരുന്നത് സൈഡ് വൈഡും സ്ട്രെച്ചിങ്, ബെൻഡിങ് ഒക്കെ ചെയ്യില്ലേ, അതാണ് ഫ്ലെക്സിബിലിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കാറ്റഗറി പറയുന്നത്. പിന്നെ ന്യൂട്രീഷൻ ഹെൽത്ത് ആണ്. ന്യൂട്രീഷൻ ഹെൽത്തും ഫിസിക്കൽ ആക്ടിവിറ്റിയും നമ്മുടെ ബോഡിക്ക് വെയിറ്റ് കുറയ്ക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വെയിറ്റ് കുറയണേക്കാളും കൂടുതൽ ബിയോണ്ട് ദ വെയിറ്റ് ലോസ് വി ഹാവ് ടു പ്രിവെന്റ് ദ മോസ്റ്റ് ഓഫ് ദ ഡിസീസ്, ദാറ്റ് ഈസ് കാർഡിയോവാസ്കുലർ ഡിസീസ്, പിന്നെ ക്യാൻസേഴ്സ്, പിന്നെ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. മെയിൻ ടൈപ്പ് 2 ഡയബറ്റീസ് ക്യാൻ റെഡ്യൂസ് or we can prevent type 2 diabetes by doing the physical exercise. Then osteoporosis, the main disease of the joints or bones, it can be reduced by physical activity. Okay, then second question, what is the value of physical activity? Yes, I told earlier that they help to control the body weight. We can control the body weight. We can prevent obesity by doing the physical activity. By controlling the obesity, we can control the cholesterol level. So when we control the cholesterol level, we have to control many diseases like cardiovascular system. Cardiovascular system main disease, coronary artery disease and heart attacks. We can control by physical activity. Then we can control the sugar level of the body. Mainly withdrawal symptom, cravings ഒക്കെ ഈ എക്സസൈസിനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ we can improve the sleep improve ചെയ്യും, എക്സസൈസ് ചെയ്ത് sleep improve ചെയ്യും. പിന്നെ we can improve our mental health and mood. മെൻ്റൽ ഹെൽത്തും മൂഡും നമുക്ക് ഈ ഫിസിക്കൽ എക്സസൈസിനുണ്ട്. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, അതുകൊണ്ടൊക്കെ നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ ഇംപ്രൂവ് തിങ്കിങ്, ലേണിംഗ് ആൻഡ് റീസണിങ് കപ്പാസിറ്റി. ഇതെല്ലാം നമുക്ക് ഈ ഫിസിക്കൽ എക്സസൈസിന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വെൻ ഏജ് കൂടുമ്പോൾ ഈ ലേണിംഗ് കപ്പാസിറ്റിയും മെമ്മറി കപ്പാസിറ്റിയും ഒക്കെ കുറഞ്ഞു വരും. പക്ഷെ നമുക്ക് എക്സസൈസും ഈ യോഗ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പിന്നെ നമുക്ക് വി ക്യാൻ സ്ട്രെങ്ത് യുവർ ബോൺ ആൻഡ് മസിൽസ്. അതാണ് മെയിനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിന്ന് ചെയ്യാൻ വരുന്നത്. കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ബോൺ ആൻഡ് മസിൽസ്. ഓവറോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമുക്ക് ബോഡിക്ക്
ഒരു ഗുഡ് എൻഹാൻസ് അവർ ഇമ്മ്യൂൺ പവർ ആൻഡ് ഓവറോൾ നമുക്ക് ഫിസിക്കൽ ആക്റ്റീവ് ഉണ്ട്. നമുക്ക് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വളരെ നന്നായിട്ട് വയ്ക്കാൻ പറ്റും. അതെയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡിസീസസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഡിസീസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി വരും. When we live in a sedentary life or lack of exercise or inactive lifestyle, all the disease will come. That obesity is the first disease which we affect with the lack of exercise. Obesity വന്നാൽ അടുത്ത വരുന്നത് increased cholesterol level. Increased cholesterol level, then അടുത്ത വരുന്നത് increased BP, blood pressure increase ചെയ്യും. Then next come the disease, cardiovascular disease, cardiac disease, mainly ischemic heart disease, heart attack, etc. Then it will come to stroke in brain, deposition of cholesterol. Okay. Then metabolic syndrome. Then insulin dependent diabetes. Okay, type 2 diabetes. Type 2 diabetes is the main cause of lack of physical activity. Then there are so many chronic disease, that is cancers, will affect with the lack of physical activity. Cancer like colon, CA breast, CA uterus, etc. are the main cause of lack of physical activity, CAs. What are the problem caused by eating junk food? ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ എന്താ? അതിലെന്താ ഉള്ളത്? കളർ. അതാണ് ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ ടു മച്ച് ഓഫ് ഫാറ്റ് ആൻഡ് കലോറീസ്. നമ്മൾ ഒരെണ്ണം ഒക്കെ ഇടയ്ക്ക് ഒരെണ്ണം ഒക്കെ കഴിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ റെഗുലർ ഇറ്റ്സ് എ ഹാബിറ്റ് ആക്കിയാൽ മാത്രമാണ് ജങ്ക് ഫുഡ് പ്രശ്നമാകുന്നത്. Junk food is contain too much of fat and calories, so it causes the body harmful effect. അതാണ് ജങ്ക് ഫുഡിന്റെ മെയിൻ കോസ്. ലീഡ്സ് ടു എന്താണ് ആദ്യം വരുന്നത്? ഒബിസിറ്റി തന്നെയാണ് അതിലും വരുന്നത്. ഫസ്റ്റ് കോസ് എന്ന് വെച്ചാൽ ഒബിസിറ്റി പറയണത്. ഒബിസിറ്റി ലീഡ്സ് ടു കാർഡിയാക് ഡിസീസ്. ദെൻ വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. ദെൻ വരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ഡിസോർഡർ. അതാണ് മെയിനായിട്ട് 3 കാര്യങ്ങൾ ജങ്ക് ഫുഡിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ അബ്ഡോമിനൽ സിസ്റ്റത്തിനെ ബ്ലോക്ക് ആക്കും, അതിനും പ്രോബ്ലംസ് ഉണ്ടാക്കും. സോ ജങ്ക് ഫുഡ് ഈസ് ഹാർംഫുൾ ഫോർ അവർ ബോഡി. What are the benefits of nutrition? ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താ? പോഷകാഹാരം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ബോഡിയിൽ? ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. ഹെൽത്ത് ആൻഡ് ഗ്രോത്തിന് വേണ്ടിയാണ് ന്യൂട്രീഷൻ മെയിൻലി നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അത് ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്, പിന്നെ എന്തൊക്കെയാണ് മെറ്റാബോളിസം ആൻഡ് റിപ്പയർ. ഈ 4 കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിക്ക് വേണ്ടത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസ് അറിയാം? Protein, minerals, water, Vitamin D. carbohydrate. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് വാട്ടർ. ഇത്രയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രീഷൻ ഉണ്ട്. അതൊക്കെയാണ് മാക്രോ ഉണ്ട്, മൈക്രോ ഉണ്ട്. മാക്രോ മീൻസ് ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കേട്ടോ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനും ഫാറ്റും ആണ് മാക്രോ ന്യൂട്രിയൻസ്. അത് നമ്മുടെ ബോഡിക്ക് വേണ്ടുവോളം വേണം. ഏറ്റവും ആദ്യം വേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ് വേണം. നമ്മുടെ ബോഡിയുടെ എനർജി ഗിവിങ് സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് നമ്മൾ അപ്പോൾ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ വേണ്ടത്. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അത് വ്യത്യസ്തപ്പെടും. പക്ഷെ മെയിൻലി നമുക്ക് എനർജി സപ്ലൈ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ വരുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അത് നമ്മുടെ ബോഡിയുടെ ഇൽനെസ് പ്രിവെന്റ് ചെയ്യും, പിന്നെ ഇമ്മ്യൂണിറ്റി കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ് മൈക്രോ ന്യൂട്രിയൻസ്. അതിന്റെ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്ന പല അസുഖങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത പറയാം. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂട്രീഷന്റെ മെയിൻ ആയിട്ട് ഉള്ള സംഭവങ്ങൾ. ഓക്കെ.
Next question. Poor nutrition affects us. The poor nutrition cause stress, mainly stress വരുന്നു, പിന്നെ ടയർഡ്നെസ് വരും, then develop illness and health problems. പിന്നെ അടുത്ത് വരുന്ന ഡെഫിഷ്യൻസി പറയും. ഡെഫിഷ്യൻസി വരുന്നതിൽ പല പല ഡെഫിഷ്യൻസി വരുന്നുണ്ട്. എക്സാമ്പിൾ ബെർബറി അറിയില്ലേ എല്ലാവർക്കും? നൈറ്റ് ബ്ലൈൻഡ്നെസ്, കർവി, റിക്കറ്റ്സ്, അനീമിയ, ഗോയിറ്റർ, പിന്നെ എന്തൊക്കെയാ വരിക? ടൂത്ത് ഡിക്കെ, ഓസ്റ്റിയോപൊറോസിസ്, കാഷിയോക്ക്, മാറാസ്മസ്, അല്ലേ? അതൊക്കെ വരും. അതാണ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് വരുന്നത് മെയിൻലി. What is balanced diet? Food that contain the right amount of proportion of nutrients is the balanced diet. നമ്മുടെ ഒരു ആഹാരത്തിലെ എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസപ്പെടും. അക്കോർഡിംഗ് ടു ദ ഏജ്, ജെൻഡർ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഈ 3 കാറ്റഗറിയുടെ അനുസരിച്ചാണ് ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് അറിയുന്നത്. മെയിൻലി നമ്മൾ ബാലൻസ്ഡ് ഡയറ്റിൽ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഈസ് ദ മെയിൻ പോർഷൻ. ദെൻ കാർബോഹൈഡ്രേറ്റിൽ പറയുന്നത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെ വരും? cereals വരും, പിന്നെ എന്തൊക്കെ വരിക? പൊട്ടാറ്റോസ് എക്സെട്ര. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫുഡിൽ എന്തായാലും ഉൾപ്പെടുത്തും. ദെൻ പ്രോട്ടീൻ വരുന്ന ഏതിലൊക്കെയാണ്? മീറ്റ്, ഫിഷ്, മിൽക്ക്, എഗ്, ഇതൊക്കെയാണ് പ്രോട്ടീൻ. അത് കുറച്ച് മതി. പിന്നെ വരുന്ന ഫാറ്റ് ഈസ് എ ഡെപ്പോസിഷൻ. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ കുറച്ച് യൂസ് ചെയ്താൽ മതി. അത് ഫാറ്റിൽ പറയുന്ന മിൽക്കും എഗ്ഗും ഒക്കെയാണ് ഫാറ്റിൽ വരുന്നത്. മീറ്റ് വരും. ദെൻ വൈറ്റമിൻസ് നമ്മൾ ഡെയിലി കുറച്ച് വൈറ്റമിൻസ് ഉൾപ്പെടുത്തണം. എന്താണെന്ന് വെച്ചാൽ ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്, ടു പ്രിവെന്റ് ഡിസീസ്. വൈറ്റമിൻ സി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഇതെല്ലാം കൂടി ഉള്ള ഒരു ഫുഡ് റേഞ്ചാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച ഡോക്ടറിനോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.